നാട്ടിലെ രണ്ട് കൂട്ടുകാരെ ഡോക്ടറെ കാണാൻ പോയി. ഇപ്പോൾ ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്ക്. ഇവന്മാർ ഡോക്ടറിൻ്റെ വാതിക്കൽ നിൽക്കുക. ഈ കൂട്ടുകാരൻ പറയണേ, എടാ എങ്ങനെ നമ്മൾ കാണും, ഡോക്ടറെ എങ്ങനെ കാണും? അപ്പം ഇവൻ പറയാം, എടാ ഡോക്ടറെ പേര് അറിഞ്ഞാൽ നമുക്ക് വിളിച്ചു ചോദിക്കാം. എടാ പൊട്ടാ, ഡോക്ടറെ പേരല്ല എഴുതി വെച്ചിരിക്കുന്നത്. എന്ത് ഡോക്ടർ അയ്യൻ? എടാ അത് ഡോക്ടർ അയ്യൻ എന്നല്ല, ഡോക്ടർ ഇൻ ഔട്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അയാൾ അകത്തുണ്ടെന്ന് കേട്ടാൽ തലക്കെട്ടിരിക്കുന്നത്. ഈ ഒരു മലയാളത്തെ സ്നേഹിക്കുന്നൊരു പുള്ളിക്കാരനുണ്ട്. അപ്പോൾ ഇതേ മാഷം ഇയാൾ മലയാളം മാത്രം സംസാരിക്കുള്ളൂ. ഇയാളുടെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ അയാൾക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഈ കഥ ദുബായിൽ നടക്കുന്നത്. അപ്പോൾ ദുബായിൽ ജോലി കിട്ടി പുള്ളിക്ക്. പുള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റാണ്, കല്യാണത്തിനോട് ചിരിച്ചിട്ടില്ല പുള്ളി. അപ്പോൾ ഈ പുള്ളിക്കാരൻ ദുബായിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ, അന്ന് 5ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് പുള്ളി ക്ലാസ് എടുക്കുന്നത്. അവിടുത്തെ കുട്ടികൾക്ക് എന്തോ പ്രാക്ടീസിനായിട്ട് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ കൊണ്ടുവന്നു. അപ്പോൾ ഈ സാർ അങ്ങോട്ട് തിരിഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുക ഇങ്ങനെ. അപ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് അറിയാണ്ട് ബ്ലൂടൂത്ത് സ്പീക്കർ ഓണായി. ഇപ്പോൾ ശബ്ദം വരുമല്ലോ, ബ്ലൂടൂത്ത് ഡിവൈസ് ഈസ് ഓൺ. പുള്ളി തിരിഞ്ഞു വരുമ്പോൾ കുട്ടികളൊക്കെ പേടിച്ചിരിക്കുക. പുള്ളി ചോദിക്കുകയാണേ, ആരാണ് മലയാളം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പറഞ്ഞത്? ചേട്ടാ, നമ്മുടെ നാട്ടിൽ ഈ കല്യാണം പരിപാടിയൊക്കെ വരുമ്പോഴല്ലേ പാചകക്കാർ വരുന്നത്. പാചകക്കാർ വരുന്നതോടുകൂടെയാണ് നമ്മുടെ കല്യാണ വീട്ടിൽ ഉണർവുണ്ടാകുന്നത്. പുള്ളി വന്നാൽ തന്നെ ആ സവാള വിളിക്കാൻ 4 പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വന്നേ, പിന്നെ ചെമ്പെടുത്തിട്ട് വേഗം വാചേട്ടാ, വെള്ളത്തിന് ആളെവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങും. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു പാചകക്കാരൻ വന്നു. പുള്ളി ബിരിയാണി കേട്ടോ. അപ്പോൾ പുള്ളി വന്നപ്പോൾ തന്നെ ഭയങ്കര ഷോയാണ്. അതെടുത്ത് ഇതെടുക്കുന്നൊക്കെ പറയാം. അപ്പോൾ പുള്ളി, അപ്പോൾ നമ്മളെന്താ ഇവരെന്ത് ചോദിച്ചാലും നമ്മൾ കൊടുക്കും അല്ലേ? ഒരു കത്തി തന്നെ, അതൊരു തുണി ഇതാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുമല്ലോ. അപ്പോൾ ബിരിയാണിയുടെ ചെമ്പ് പൊട്ടിക്കാറായ സമയത്തെ ഈ പുള്ളിക്കാരൻ ആ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഒരു സ്റ്റൂള് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേച്ചി അകത്തുള്ള തയ്ക്കുന്ന സ്റ്റൂൾ തുടച്ച കൊണ്ടു കൊടുത്തു. പുള്ളി ഈ സ്റ്റൂള് നേരെ തോളെ വെച്ചിട്ട് നടന്നങ്ങോട്ട് പോയിട്ട് അപ്പുറത്തെ മതിലിൻ്റെ അവിടെ വെച്ചിട്ട് ചാടി കയറി ഒറ്റ ഓടിക്കളഞ്ഞു. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോഴേ ബിരിയാണി ചെമ്പിൽ മൈദ കൊണ്ട് എഴുതിയിരിക്കുക, സോറി പൊട്ടിച്ചപ്പോൾ ബിരിയാണി വെള്ളം പോലെ കഴിയും.